കുളത്തൂപ്പുഴയിൽ നിന്നൊരു വാർത്തയുണ്ട്. കുളത്തൂപ്പുഴയിൽ കാട്ടുപോത്ത് ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത്. ഇന്ന് പുലർച്ചെ വീട്ടിൽ നിന്ന് കുളത്തൂപ്പുഴ ജംഗ്ഷനിലേക്ക് അദ്ദേഹം നടന്നു വരികയായിരുന്നു. ആ സമയത്ത് കാട്ടുപോത്ത് അദ്ദേഹത്തെ ആക്രമിച്ചു എന്നുള്ളതാണ് ദൃക്സാക്ഷികളടക്കമുള്ള ആൾക്കാർ പറയുന്നത്. പുലർച്ചെ ഏതാണ്ട് 5:30യോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് ഈ ചുവട്ടുതൊഴിലാളിയാണ്. അദ്ദേഹം ജോലിക്ക് പോകുന്നതിന്റെ ഭാഗമായി അദ്ദേഹം ഈ കുളത്തൂപ്പുഴ ജംഗ്ഷനിലേക്ക് നടന്നു വരികയായിരുന്നു. ആ സമയത്ത് കാട്ടുപോത്ത് ആക്രമിക്കുകയായിരുന്നു. ഉടൻ അവിടെ വെച്ച് തന്നെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഈ കഴുത്തിന് വലിയ രീതിയിലുള്ള ആഴത്തിൽ മുറിവുണ്ട്. ആ മുറിവാണ് മരണകാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ സംഭവം നടക്കുന്ന അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ചിന്റെ പരിധിയിലാണ്. ഇപ്പോൾ കുളത്തൂപ്പുഴ റേഞ്ച് ഓഫീസർ അരുൺ അടക്കമുള്ള ആൾക്കാർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ല എന്ന് നാട്ടുകാർ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ കുളത്തൂപ്പുഴ റേഞ്ച് ഓഫീസർ നാട്ടുകാരുമായി സംസാരിച്ച പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമത്തിൽ കൂടിയാണ്. നേരത്തെയും പ്രദേശത്ത് കുളത്തൂപ്പുഴ മേഖലയിൽ കാട്ടുപോത്തും കാട്ടാനയും ഒക്കെ തന്നെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഈ കാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് കുളത്തൂപ്പുഴ എന്ന് പറയുന്നത്. കുളത്തൂപ്പുഴ നഗരത്തിൽ ടൗണിൽ ഈ കാട്ടാന രാത്രികാലങ്ങളിൽ ഇറങ്ങുന്നതൊക്കെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടുപോത്തിന്റെ ശല്യം ഈ കുളത്തൂപ്പുഴ നഗരത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ കാട്ടുപോത്തെ ഓടിക്കാൻ വേണ്ടിയുള്ള നടപടി ഈ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ള വിമർശനമുണ്ട്. അതിന്റെ കാര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ജനങ്ങൾ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്തുതന്നെയായാലും നിലവിൽ മൃതദേഹം മാറ്റാനുള്ള നടപടികൾ അവിടെ നിന്ന് ആരംഭിക്കുകയാണ്.